അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണിത്. ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഞാനിതിനെ ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചു നോക്കുക. അപ്പോഴേക്കും ഞാൻ അതിൻ്റെ ചിത്രമൊക്കെ വരയ്ക്കാം. നിങ്ങൾ ഈ റിസൾട്ട് വായിച്ചല്ലോ. ഇത് പറയണത് വി എന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്മിഷനാണ് ടി വിചാരിക്കുക. ആൻഡ് ദിസ് വി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ. ഡബ്ല്യുവിനെ കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. ഡബ്ല്യു ഫൈനൈറ്റ് ഡയമെൻഷനിലാവാം, ഇൻഫിനിറ്റ് ഡയമെൻഷനിലാവാം. ബട്ട് വി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ. അങ്ങനെയെങ്കിൽ ഈ റിസൾട്ട് പറയുന്നത് നമ്മൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഇമ്പോർട്ടൻറ്റ് സബ്സ്പേസുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ മനസ്സിലാക്കി. ഒന്ന് എന്താണ്? നൾ സ്പേസ്, അത് ഈ വിൻ്റെ സബ്സ്പേസാണ്. മറ്റേതോ റേഞ്ച് ടി, അത് ഡബ്ല്യുവിൻ്റെ സബ്സ്പേസാണ്. അല്ലേ? ട്രാൻസ്ഫോർമേഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഇമ്പോർട്ടൻറ്റ് സബ്സ്പേസുകളാണത്. ഓക്കെ, ഇനി ഈ റിസൾട്ട് പറയുന്നത് ഈ നൾ സ്പേസിൻ്റെ ഡയമെൻഷനും ഈ റേഞ്ച് സ്പേസിൻ്റെ ഡയമെൻഷനും തമ്മിൽ ആഡ് ചെയ്താൽ ഈ ഫുൾ സ്പേസ് വിൻ്റെ ഡയമെൻഷൻ കിട്ടും. മനസ്സിലായോ? നൾ സ്പേസിൻ്റെ ഡയമെൻഷൻ പ്ലസ് റേഞ്ച് സ്പേസിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി. അതല്ലേ ഈ റിസൾട്ട് പറഞ്ഞത്? ഇതൊരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ടാണ്. ഇതിൻ്റെ കാരണവും ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ വി ഫൈനൈറ്റ് ഡയമെൻഷനല്ലേ, അപ്പോൾ അതിൻ്റെ സബ്സ്പേസ് ആയ നൾ സ്പേസ്, ദാറ്റ് ഈസ് നൾ ടി, അതും ഫൈനൈറ്റ് ഡയമെൻഷനിലാണല്ലോ. അപ്പോൾ ഈ നൾ ടിക്ക് ഒരു ഫൈനൈറ്റ് ബേസിസ് ഉണ്ടാവില്ലേ? അതിൻ്റെ ഒരു ബേസിസിനെ നമ്മളിപ്പോൾ എങ്ങനെ എഴുതുക? u1 എക്സെട്ര യു എന്ന് വിളിക്കാം. u1 എക്സെട്ര യു എൻ പറഞ്ഞ റെഡി അല്ലേ? വി ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്, അപ്പോൾ അതിൻ്റെ സബ്സ്പേസ് ആയ നൾ ടി ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്, അപ്പോൾ അതിനൊരു ഫൈനൈറ്റ് ബേസിസ് ഉണ്ടാവും. അതിനെ ഞാൻ u1 എക്സെട്ര യു എന്ന് വിളിച്ചു. ഇനി ഈ u1 എക്സെട്ര യു എം നമ്മുടെ വിയുടെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് അല്ലേ? ആണ്. ഇനി നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സബ്സെറ്റ്, ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ഫുൾ സ്പേസിൻ്റെ ഒരു ബേസിസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇവിടെ ഈ വിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആണല്ലോ ഇത്. അപ്പോൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി വെക്ടേഴ്സിനെ ആഡ് ചെയ്തിട്ട് ഈ വിക്ക് ഒരു ബേസിസ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത ആൾക്കാരെ ഞാൻ എന്താ v1 എക്സെട്ര വി എന്ന് വിളിക്കട്ടെ. അപ്പോൾ ഈ u1 എക്സെട്ര യു എമ്മിൻ്റെ കൂടെ കുറച്ചുകൂടി വെക്ടേഴ്സ് v1 എക്സെട്ര വി എൻ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി വെക്ടേഴ്സ് ആഡ് ചെയ്തിട്ട് ഈ ബേസിസിനെ ഈ വിയുടെ ബേസിസ് ആക്കിയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്കറിയാം. ഇനി ഇവിടുത്തെ രസകരമായൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഡീഷണലി ഈ വിൻ്റെ ബേസിസ് ആക്കാൻ വേണ്ടിയിട്ട് ഈ നൾ സ്പേസിൻ്റെ ബേസിനോട് കൂടെ കൂട്ടിച്ചേർത്ത ആൾക്കാരില്ലേ v1 എക്സെട്ര വി എൻ, ഇതിൻ്റെ ഇമേജസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ v1ൻ്റെ ഇമേജ് എന്താ വരിക? ടി ഓഫ് v1 അല്ലേ? എക്സെട്ര വി എന്നിൻ്റെ ഇമേജ് എന്ത് വരും? ടി ഓഫ് വി എൻ. ഈ ഇമേജസ് നമ്മുടെ റേഞ്ച് ടീൻ്റെ ബേസിസ് ആയിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. ഈ നൾ സ്പേസിൻ്റെ കൂടെ ഫുൾ സ്പേസിൻ്റെ ബേസിസ് ആക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് അഡീഷണൽ വെക്ടേഴ്സ് അല്ലേ v1 എക്സെട്ര വി എൻ, അതിൻ്റെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ റേഞ്ച് ടീൻ്റെ ബേസിസ് കിട്ടും. ഇനി സപ്പോസ് നമ്മൾ ഈ കാര്യം പ്രൂവ് ചെയ്തു വിചാരിക്കുക. അതായത് v1 എക്സെട്ര വി എന്നിൻ്റെ ഇമേജസ് ആയ ടി ഓഫ് v1 എക്സെട്ര ടി ഓഫ് വി എൻ റേഞ്ച് ടീൻ്റെ ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്തു വിചാരിക്കുക. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യും. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് പിന്നെ വളരെ ഈസി ആയിട്ട് പറയാം. കാരണം എന്താ പറയുക? ഇവിടെ നോക്കൂ, ഡയമെൻഷൻ ഓഫ് വി, അത് ഈ പിക്ചർ നോക്കി പറയൂ. എത്ര ഡയമെൻഷൻ ഓഫ് വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിസിലുള്ള ഏതെങ്കിലും ഒരു ബേസിസ് എടുക്കുക, ആ ബേസിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടോ അതാണ് അതിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഇതാ അവിടെ ഇതിനെടുത്ത ബേസിസ് ഏതാണ്? u1 എക്സെട്ര യു എം, പിന്നെ കൂടെ v1 എക്സെട്ര വി എൻ. അപ്പോൾ മൊത്തത്തിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട് ഇവിടുത്തെ ബേസിസിൽ? m+n എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി എന്താണ്? m+n ആണ് ഇവിടെ. ഓക്കെ, നൗ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ നൾ സ്പേസിൻ്റെ ഡയമെൻഷൻ എത്ര അവിടെ? അതിൻ്റെ ബേസിസിൽ എത്ര വെക്ടേഴ്സ് ഉണ്ട് ഇവിടെ? m വെക്ടേഴ്സ് അല്ലേ? അപ്പോൾ ഈ m എന്ന് പറഞ്ഞാൽ എന്താ? നൾ സ്പേസിൻ്റെ ഡയമെൻഷനാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് പ്ലസ്, ഇനി ഈ n നോക്കൂ, ഇവിടെ റേഞ്ച് ടീൻ്റെ ഡയമെൻഷൻ എന്താ? റേഞ്ച് ടീയിൽ എത്ര വെക്ടർ? അതിൻ്റെ ബേസിസ് ഏതാണ്? ടി ഓഫ് v1 എക്സെട്ര ടി ഓഫ് n. അതിൽ എത്ര വെക്ടേഴ്സ് ഉണ്ട്? n വെക്ടേഴ്സ് ഉണ്ട്. സോ ഈ n എന്ന് പറഞ്ഞത് റേഞ്ച് ടീൻ്റെ ഡയമെൻഷനാണ്. സോ എന്നിന് വരയ്ക്കും കൊടുക്കുക ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി എന്ന് കൊടുക്കുക. റിസൾട്ട് കിട്ടിയില്ലേ? ഇതല്ലേ ഈ റിസൾട്ട്. അപ്പോൾ നമുക്ക് എന്തുമാത്രം പ്രൂവ് ചെയ്താൽ മതി? ഈ v1 എക്സെട്ര വി എന്നിൻ്റെ ഇമേജസ് ആയ ടി ഓഫ് v1 എക്സെട്ര ടി ഓഫ് n വി എന്ന് പറഞ്ഞത് റേഞ്ച് ടീൻ്റെ ബേസിസ് ആണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിസൾട്ട് ഇങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതൊക്കെ പോസിറ്റീവ് ശരിക്കും മനസ്സിലാക്കട്ടോ. അപ്പോൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ നമുക്കിനി എന്തേ ബാക്കിയുള്ളൂ?
V1 എക്സെട്ര Vnൻ്റെ ഇമേജസ് ആയ ഈ വെക്ടേഴ്സ് ഈസ് എ ബേസിസ് ഫോർ റേഞ്ച് ടി. പോസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കൂ, ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. നമ്മളെ ക്ലെയിം ഈ വെക്ടേഴ്സ് നമ്മുടെ റേഞ്ച് ടീൻ്റെ ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇത് നമ്മുടെ റേഞ്ച് ടീനെ സ്പാൻ ചെയ്യുന്നുണ്ടെന്ന് പറയണം. മാത്രമല്ല ഇത് നമ്മുടെ റേഞ്ച് ടീൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആണെന്ന് പറയണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സ്പാൻ എടുത്താൽ റേഞ്ച് കിട്ടുമെന്ന് പറയാം, റേഞ്ച് ടി കിട്ടുമെന്ന് പറയണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? റേഞ്ച് ടീയിൽ ഏതൊരു വെക്ടർ എടുത്താലും അതിന് ഇതിൻ്റെ കോമ്പിനേഷൻ ആക്കി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പോരെ. ഓക്കെ, സോ ലെറ്റ് W ബിലോങ്സ് ടു റേഞ്ച് ടി. റേഞ്ച് ടിയിൽ ഒരു വെക്ടർ W എടുത്തു. ഈ ഡബ്ല്യുവിനെ ഇതിൻ്റെ കോമ്പിനേഷനൊക്കെ ഇട്ട് എഴുതാൻ പറ്റും. ഞാൻ കാണിക്കുകയാണ്, നിങ്ങൾ പോസ് ചെയ്ത് ട്രൈ ചെയ്യുക. ഞാൻ ഇവിടെ എഴുതാം പ്രൂഫ്. വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ റേഞ്ച് ടിയിൽ ഒരു വെക്ടർ W എടുത്തു. ഇനി റേഞ്ച് ടിയിൽ ആരാ വരിക? വിയിലെ വെക്ടേഴ്സിൻ്റെ ഇമേജസ് അല്ലേ വരിക. അപ്പം ഈ W വിയിലെ ഏതോ ഒരു വെക്ടർ വിയുടെ ഇമേജ് ആയിരിക്കുമല്ലോ. W = T of V ആയിരിക്കുമല്ലോ ഫോർ സം വെക്ടർ V ഇൻ ക്യാപിറ്റൽ V. ക്ലിയർ അല്ലേ? ഓക്കെ, നൈസ്. ഇനി ഈ നമ്മുടെ ക്യാപിറ്റൽ വിൻ്റെ ബേസിസ് ആണ് ഈ U1 എക്സെട്ര Um പിന്നെ V1 എക്സെട്ര Vn കൂടി ചേർന്ന വെക്ടേഴ്സ്. അപ്പം നമ്മുടെ ഈ വിനെ ഈ ബേസിസിൻ്റെ കോമ്പിനേഷനാക്കിയിട്ട് ചെയ്താലോ? അങ്ങനെ എഴുതിയാൽ നമ്മുടെ ഈ A1 എക്സെട്ര AM B1 എക്സെട്ര Bn ഒക്കെ സ്കാലേഴ്സാണ് അല്ലേ. അപ്പം ഈ വിനെ ഈ ബേസിസിൻ്റെ കോമ്പിനേഷനാക്കിയിട്ട് എഴുതി, അത് പറ്റും. നൈസ്. ഇനി ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നു. W = T of V ആണ്. ഇനി ഈ വിക്ക് പകരം ഞാനിതാ ഈ കോമ്പിനേഷൻ അങ്ങ് കൊടുത്തു ഇവിടെ. ഈ വിക്ക് പകരം ഈ കോമ്പിനേഷൻ അങ്ങ് കൊടുത്തു ഇവിടെ. ക്ലിയർ ആണല്ലോ? ഇനി ടി ലീനിയർ ആയതുകൊണ്ട് തന്നെ എനിക്കിതാ ഇങ്ങനെയൊക്കെ എഴുതാം. ഇനി ഇവിടെ നോക്കൂ, ഈ U1 എക്സെട്ര Um എന്ന് പറഞ്ഞാൽ ഞാൻ നൾ സ്പേസിലുള്ള വെക്ടേഴ്സ് അല്ലേ. അപ്പോൾ നൾ സ്പേസിലുള്ളവരുടെയൊക്കെ ഇമേജസ് 0 അല്ലേ. അപ്പം T of U1 എക്സെട്ര T of Um ഒക്കെ 0 ആയി പോകും. അപ്പം ഇവിടെ വരെയുള്ള ആ ടേംസ് ഒക്കെ പോയി. ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? B1 മുതൽ B1 T of U1 എക്സെട്ര അങ്ങോട്ടുള്ളവരെ ഉണ്ടാവുള്ളൂ. അത് ഞാൻ ഇവിടെ എടുത്തേരി. അപ്പോൾ W ഈ T of U1 എക്സെട്ര T of Vnൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് വന്നില്ലേ. അപ്പോൾ ഞാൻ റേഞ്ച് ടീന്ന് ഒരു വെക്ടർ W എടുത്തപ്പം ആ വെക്ടറിനെ ഇതിലെ വെക്ടേഴ്സിൻ്റെ കോമ്പിനേഷനാക്കിയിട്ട് എഴുതാൻ പറ്റും, ഞാൻ കാണിച്ചു. സോ ദിസ് വെക്ടേഴ്സ് സ്പാൻസ് റേഞ്ച് ടി എന്ന് എനിക്ക് പറയാലോ. അപ്പോൾ ഞാനൊന്നും ഇവിടെ എഴുതിക്കട്ടെ. ഇറ്റ് സ്പാൻസ് റേഞ്ച് ടി. സ്പാൻസ് റേഞ്ച് ടി. ഇനി നമ്മൾ എന്തുകൂടി കാണിക്കണം? ഇത് ഇൻഡിപെൻഡൻ്റ് ആണെന്നുകൂടി കാണിക്കണം. അപ്പോൾ എന്തായിക്കോളും? ഇത് റേഞ്ച് ടീൻ്റെ ബേസിസ് ആയിക്കോളും. ഓക്കെ, ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതിൻ്റെ പ്രൂഫ് മുഴുവനാക്കിയില്ല. ലാസ്റ്റ് ഒരു പരിപാടി ചെയ്താണ്ട് നമുക്ക് ഒരുമിച്ച് ചെയ്താം. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കൽ എങ്ങനെയാണ്? ഇതിൻ്റെ ട്രിവിയൽ കോമ്പിനേഷൻ മാത്രമേ 0 തരുള്ളൂ എന്ന് കാണിക്കലല്ലേ വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഈക്വൽ 0 എന്ന് എടുത്തു. ഇനി ഞാൻ എന്ത് കാണിക്കണം? അങ്ങനെയെങ്കിൽ ഈ ഇതിൻ്റെ കോഎഫിഷ്യൻസ് C1 എക്സെട്ര Cn ഒക്കെ 0 എന്ന് കാണിക്കണം. അപ്പോഴേ ഇത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് വരുള്ളൂ. ഓക്കെ, നൈസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതാ ടി ലീനിയർ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്താലോ. ഓക്കെ, ഇനി T of ദിസ് കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ കോമ്പിനേഷൻ അപ്പോൾ അവിടെ വരും? നൾ സ്പേസിൽ വരും. നൾ സ്പേസിലുള്ളവർ പ്രത്യേകം എന്താണ്? അതിൻ്റെ ഇമേജ് 0 ആയ ആൾക്കാരാണ് നൾ സ്പേസിൽ വരിക. അപ്പം ഈ കോമ്പിനേഷൻ്റെ ഇമേജ് 0 അല്ലേ അല്ലേ? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള വെക്ടറിൻ്റെ ഇമേജ് 0 ആണ്. സോ ദിസ് വെക്ടർ, ദിസ് കോമ്പിനേഷൻ ഈസ് ഇൻ നൾ സ്പേസ് എന്ന് പറയാം. ക്ലിയർ? നൈസ്. ഇനി നൾ സ്പേസിൻ്റെ ബേസിസ് അല്ലേ U1 എക്സെട്ര Um. അപ്പം നൾ സ്പേസിലുള്ള ഒരു വെക്ടറിനെ അതിൻ്റെ ബേസിസിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റൂലേ. അപ്പം ഈ വെക്ടറിനെ ബേസിസിൻ്റെ ടേംസിൽ എഴുതി ചെയ്യാൻ പറ്റുക. D1 U1 എക്സെട്ര DM Um ഫോർ സം സ്കാലേഴ്സ് D1 എക്സെട്ര DM. ക്ലിയർ? ഇനി ഇവിടുന്ന് ഞാൻ എന്താ ഇവരെല്ലാവരെയും കൂടി റൈറ്റ് സൈഡിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ചെയ്താലും എനിക്ക് ഓക്കെ. അപ്പോൾ ഇതിപ്പം U1 എക്സെട്ര UMൻ്റെയും V1 എക്സെട്ര Vnൻ്റെയും ഒരു കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്നല്ല ഈ വരി പറഞ്ഞത്. അതായത് U1 എക്സെട്ര UMൻ്റെയും V1 എക്സെട്ര Vnൻ്റെയും ഒരു കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്നാണ് ഇപ്പോൾ ലാസ്റ്റ് വരി പറഞ്ഞത്. ഇനി നമുക്കറിയാം ഈ U1 എക്സെട്ര UMഉം പിന്നെ ബാക്കി V1 എക്സെട്ര Vnഉം കൂടി ചേർന്നാൽ ആരുടെ ബേസിസാണ്? വിൻ്റെ ബേസിസാണ്. അപ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രിവിയൽ കോമ്പിനേഷൻ മാത്രമേ 0 തരുള്ളൂ, കാരണം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ എന്താ ആവണം? 0 ആവണം. അപ്പോൾ D1 എക്സെട്ര DMഉം പിന്നെ C1 എക്സെട്ര Cn ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അവസാനം നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം എഴുതാം. വിച്ച് ഇംപ്ലൈസ് C1 = 0 എക്സെട്ര Cn = 0. ഇത് മാത്രം മതിയല്ലോ നമുക്ക് ഇതാ C1 എക്സെട്ര Cn = 0 എന്ന് കാണിച്ചാൽ മതിയല്ലോ. ബാക്കിയുള്ള D1ഉം എല്ലാ ഡികളും 0 ആണ്. ബട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ വെക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് എടുത്തപ്പം അതിൻ്റെ കോഎഫിഷ്യൻസ് ആർ 0 എന്ന് തെളിയിച്ചു. Which means
ദിസ് സെറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. അതും കൂടി ഞാൻ അവിടെ എഴുതാം. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഈ സെറ്റ് നമ്മുടെ റേഞ്ച് ടീനെ സ്പാൻ ചെയ്യുന്നുണ്ട്, മാത്രമല്ല അത് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ദിസ് സെറ്റ് ദറ്റ് ഈസ് ടി ഓഫ് ഇ വൺ എക്സെട്ര ടി ഓഫ് ഇ എൻ റേഞ്ച് ടീൻ്റെ ഒരു ബേസിസാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് ആവശ്യമുള്ള കാര്യമായിരുന്നു അല്ലേ, എന്തിന് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ. ഈ സെറ്റ് റേഞ്ച് ടീൻ്റെ ബേസിസാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ റിസൾട്ട് പ്രൂവ് ചെയ്തതാണ്. വേണേൽ നിങ്ങളൊന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കണ്ടോളൂ. അപ്പോൾ നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്തു. ഡൗട്ടുകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്, ചോദിക്കുക കേട്ടോ. നിർത്തും മുമ്പേ ഞാൻ റിസൾട്ട് ഒന്നുകൂടി പറയാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പ്രൂവ് ചെയ്തത്, ഈ നൾ സ്പേസിൻ്റെ ഡയമെൻഷനും ഈ റേഞ്ച് സ്പേസിൻ്റെ ഡയമെൻഷനും ആഡ് ചെയ്താൽ നമുക്ക് ഈ ഫുൾ സ്പേസ് വിൻ്റെ ഡയമെൻഷൻ കിട്ടും. അതാണ് റിസൾട്ട് പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഡൗട്ടുകൾ ഉണ്ടാവും കേട്ടോ, സ്വാഭാവികമാണ്, നിങ്ങൾ ചോദിക്കണം. എൻ്റെ ഗാമ മാത്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക, ഡൗട്ടുകൾ ചോദിക്കുക കേട്ടോ. യെസ്, കാണാം.